പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഉള്ളത് പൻവേലാണ്. പൻവേലിൽ നിന്ന് ചെങ്ങന്നൂർക്ക് പോവാണ് നേത്രാവതി എക്സ്പ്രസ്സിൽ. നേത്രാവതി ഇന്ന് ഡൈവേർട്ടഡ് ആണ് വയ കോട്ടയം. അപ്പോൾ നമുക്ക് നേരെ ചെങ്ങന്നൂർ ഇറങ്ങാം. അപ്പോൾ നേത്രാവതി കയറാൻ പോകാം. ഇപ്പോൾ സമയം 12:30. നമുക്ക് എന്തെങ്കിലും ഫുഡും കൂടെ മേടിച്ചിട്ട് നേത്രാവതിയിൽ കയറാം. ഞാനിവിടെ പൻവേലിൽ നിന്നൊരു ശ്രീകൃഷ്ണ കപ്പ ഹോട്ടൽ എന്ന ഹോട്ടലുണ്ട്. അവിടെ നിന്നൊരു വെജ് മീൽസും പിന്നെ ഒരു അയില വറുത്തതും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി നേത്രാവതി കയറിയിട്ട് ഇത് കഴിക്കാം. ഇവിടെ പൻവേൽ സ്റ്റേഷനിൽ ഈ ഒരു ഭാഗം നമ്മൾ നിൽക്കുന്നത് സബർബൻ ടെർമിനലാണ്. അപ്പോൾ ഇവിടെ 3 പ്ലാറ്റ്ഫോം ഉണ്ട്. ഇപ്പം അവിടെ മാത്രമേ ഇവർ ലോക്കൽ ട്രെയിൻ വരുന്നുള്ളൂ. ബാക്കി ഇവിടെ 2 പ്ലാറ്റ്ഫോം ഉണ്ട്. ഇങ്ങോട്ടേക്ക് ഇവർ ലോക്കൽ ട്രെയിൻ വിടുന്നില്ല. ഇവിടെ വർക്ക് നടക്കുകയാണ്. ഇവിടെ വർക്ക് എന്ന് വെച്ചാൽ ഈ ഭാഗമൊക്കെ ഫുൾ ഇവർ പൊളിച്ചിട്ട് ഇവിടെ DFC പണിയും, ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ ഉണ്ടല്ലോ, അത് പണിയും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഫുൾ ഇവർ പൊളിക്കാൻ വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പാണ്. അതാണ് ഈ കാണുന്നത്. അപ്പോൾ മുമ്പേ ഉള്ള നമ്മുടെ ശ്രീരാജ് ബ്രോയുടെ വീട്ടിലാണ് ഞാൻ പോയി ഫ്രഷ് ആയത്. ഇവിടെ 6 അല്ലേ 7ാമത്തെ പ്ലാറ്റ്ഫോമിലായിരിക്കും നേത്രാവതി വരുന്നത്. അപ്പോൾ നമ്മളിവിടെ നിൽക്കുകയാണ്, അനൗൺസ് ചെയ്യും. ഇവിടെ എവിടെയല്ലേ ആയിരിക്കും. ഇത് 6 ഇത് 7. ഇവിടെ ഇഷ്ടം പോലെ ഗുഡ്സ് വരുന്ന ഒരു സ്ഥലമാണ് ഈ പൻവേൽ. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ ഒരു ഫ്രൈറ്റ് കോറിഡോർ തന്നെ പണിയുന്നത്. അപ്പം അതിന് വേണ്ടിയാണ് ആ 2 പ്ലാറ്റ്ഫോം നമ്പറിൽ പൊളിക്കുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇത് കണ്ടോ, ഗുഡ് സ്ട്രീം പോകുന്നുണ്ടോ, BTPL. जिसके आने का संकेत हो चुकी है। थोड़ी ही देर में प्लेटफॉर्म क्रमांक 7 पर 7 വരുന്നോട്ടെ. 7ാമത്തെ പ്ലാറ്റ്ഫോമിൽ വരും. ഒരു പുതുപുത്തൻ ജീനയം കണ്ടോ, എനിക്കൊന്ന് പണി തിരക്കെങ്ങാണ്ടുള്ളത് തോന്നുന്നുണ്ടോ. ഭുസാവൽ ഷെഡിന്റെ ഒരു WH9 ആണ് ഇത്. മറ്റേ ഇതാ LPG ഉണ്ടെന്ന് ഗുഡ്സ്. നമ്മുടെ നേത്രാവതി എക്സ്പ്രസ് വരുവാണ്. ഈറോഡ് ഷെഡിന്റെ ഒരു WP7 ലോക്കാണ് കേട്ടോ, 37435. അപ്പോൾ ഇതാണ് നമ്മളെ നാട്ടിൽ വരെ എത്തിക്കുന്നത്. ഞാൻ ഇതിൻ്റെ സെക്കൻഡ് AC ഇന്ന് യാത്ര ചെയ്യുന്നത്. സെക്കൻഡ് AC നേത്രാവതി എക്സ്പ്രസ്. ഇതിൻ്റെ ജനറലൊക്കെ ഫുള്ളാണ്ടോ. ഈ തിരക്ക് രത്നഗിരി വരെ കാണത്തുള്ളൂ, അതിനപ്പുറം കാണത്തില്ല. സ്ലീപ്പറൊക്കെ ഇപ്പോഴേ ഫുള്ളാണ്ടോ. അവിടെ നിന്ന് LTT അല്ല താനേന്നൊക്കെ ആൾക്കാരൊക്കെ ഒരുപാട് കയറിയിട്ടുണ്ട്. ഇതിന് 6 AC 3 ടയർ ഉണ്ട്, പിന്നെ 2 എക്കണോമി ഉണ്ടോ. ഇത് M1, പിന്നെ അടുത്തത് അല്ല ഒരു എക്കണോമിയിലുണ്ടോ, M1 ഉള്ളൂ. പിന്നെ A1 A2, എൻ്റെ A2 ജനറലിന് തൊട്ടടുത്ത എൻ്റെ കോച്ച്. നമ്മുടെ കോച്ച് ഇതാണ് ഗൈസ്, സെക്കൻഡ് AC കണ്ടോ. ഇതാണ് നമ്മുടെ കോച്ച്. എൻ്റെ ബെർത്ത് സൈഡിൽ ഓർമ്മ ഇവിടെ. ഇത് നോക്ക്, അത് കയറാൻ പോലും പറ്റത്തില്ല. അമ്മാതിരി ഐഡിയാണ് നോക്കി, എന്നെ ഐഡിയ നോക്ക്. അയ്യോ, സെക്കൻഡ് AC കയറിയ പിന്നെ എൻ്റെ ഫേവററ്റ് ബർത്താണ് ഈ സൈഡ് ലോവറേ എടുക്കത്തുള്ളൂ. സൈഡ് ലോവർ. നമ്മളിപ്പോൾ ഊണ് കഴിക്കാൻ പോവാണേ. മീൻ വറുത്തത് പിന്നെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിവിടെ ഊണ് വെച്ചോണ്ടിരിക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ മീനാണെങ്കിലും മീൻ അടിപൊളി പറപ്പിച്ചോണ്ടിരിക്കുകയാണ്. നമ്മൾ പൻവേലിൽ നിന്ന് വിട്ട് കേട്ടോ. ഇപ്പോൾ സോമാട്ടിനൊരു സ്റ്റേഷൻ ഇങ്ങനെ വെച്ച് അനത്തിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി. നല്ല സ്പീഡാണ്. മുംബൈ മലയാളികളുടെ ഫേവററ്റ് വണ്ടിയാണ് നേത്രാവതി. കേരളത്തിൻ്റെയും ഫേമസ് വണ്ടി, പ്രസ്റ്റീജിയസ് വണ്ടി, തിരുവനന്തപുരം ഡിവിഷൻ്റെ പ്രസ്റ്റീജിയസ് വണ്ടി, അങ്ങനെ പല പേരുണ്ട്. പണ്ട് മുതലുള്ള ഫേമസ് വണ്ടിയാണ്. കുർള എക്സ്പ്രസ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ നേത്രാവതിക്ക് ഇനി അപ്പോൾ അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ രോഹയാണ്. കൊങ്കണിൽ കുറച്ച് അധികം സ്റ്റോപ്പുണ്ട് ഈ വണ്ടിക്ക്. അപ്പോൾ ഇത് വൈകിട്ട് രത്നഗിരി എത്തും, രാത്രി 11 മണിക്ക് മടുകാവെത്തും. അടുത്ത ദിവസം നമ്മൾ ഉച്ച കഴിഞ്ഞ് വീട്ടിലെത്തും. അങ്ങനെയാണ് പോകുന്നത്. സെക്കൻഡ് AC കയറിയില്ല. നമുക്ക് ടവല് കിട്ടും. ടവല് കിട്ടിയില്ലെങ്കിൽ ചോദിച്ച് വാങ്ങണം കേട്ടോ, ചിലർ തരത്തില്ല. അപ്പോൾ ടവല് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനല്ല കേട്ടോ, അതിന് അത് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ നേത്രാവതി എക്സ്പ്രസ് ശരിക്കും പണ്ട് യാത്ര ആരംഭിച്ചുകൊണ്ടിരുന്നത് മംഗലാപുരത്ത് നിന്ന് LTT കുർള വരെയായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നേത്രാവതിന് പേര് വീഴാൻ കാര്യം. അത് മംഗലാപുരം നേത്രാവതി നദിയുടെ കരയിലാണല്ലോ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അത് കുറച്ച് നാളത്തേക്ക് ശേഷം പിന്നെ അത് കൊച്ചിൻ ഹാർബർ ടെർമിനസിലേക്ക് നീട്ടി. പിന്നെ അത് 2001 ട്രിവാൻഡ്രം സെൻറ്ററിലേക്ക് നീട്ടിയത്. 1498 കിലോമീറ്റർ 30 മണിക്കൂർ 40 മിനിറ്റ് എടുത്തിട്ടാണ് നമ്മുടെ നേത്രാവതി എക്സ്പ്രസ് ആ ജേർണി കംപ്ലീറ്റ് ചെയ്യുന്നത്. 2019 ഈ വണ്ടിക്ക് ശരിക്കും LSP കോച്ച് കിട്ടിയത്.
അതിന് മുമ്പാണ് ഈ വണ്ടി പഴയ കോച്ച് വെച്ച് ഓടിക്കൊണ്ടിരുന്നത്. നമ്മുടെ വണ്ടി ഇപ്പം 100, 110, 120 ആ റേഞ്ചിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വീറ് വരെ ഈ ഒരു സ്പീഡായിരിക്കും കേട്ടോ. വീറ് കഴിഞ്ഞാൽ പിന്നെ ഈ ഡബിൾ ലൈൻ കഴിഞ്ഞാൽ പിന്നെ സിംഗിൾ ലൈൻ ആവും. പിന്നെ ഇത്ര സ്പീഡൊന്നും കാണത്തൊന്നുമില്ല. എന്തോ സീനുണ്ടായിട്ടുണ്ട്. ആരാണ്ട് ചെയിൻ വലിച്ചോ എന്നൊരു ഡൗട്ടുണ്ട്. ഗാർഡും വേറെ ആരാണ്ടൊക്കെ ഇറങ്ങി മുന്നോട്ട് പോകുന്നുണ്ട്. എവിടെയോ പിടിച്ചിട്ടേക്കോ നമ്മളെ. ആരും ആവശ്യമില്ലാതെ ചെയിൻ വലിക്കരുത്. ചെയിൻ വലിച്ച ആവശ്യമില്ലാത്ത എന്തെങ്കിലും ആണെങ്കിൽ പണി കിട്ടുമെന്ന് വെച്ചാൽ വമ്പ പണിക്ക് കിട്ടുന്നത്. ഇതെന്താണെന്ന് അറിയത്തില്ല സംഭവം. ഗാർഡ് ഇറങ്ങിയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഗാർഡിനെ കാണുന്ന പോലും ഇല്ല. ഇനി ഏത് കാലത്ത് വണ്ടി വിടുവാവോ. ഗാർഡ് വന്ന് കയറാതെ വണ്ടി വിടത്തില്ലല്ലോ. ഒരു പിടിയും കിട്ടുന്നില്ല എന്താ സംഭവം എന്ന്. സോറി, ഗാർഡ് എന്നല്ല കേട്ടോ, ട്രെയിൻ മാനേജർ എന്ന് വേണമെങ്കിൽ പറയാം. ഗാർഡെന്ന് പറയത്തില്ല, ട്രെയിൻ മാനേജർ ഇറങ്ങി മുന്നിൽ പോയിട്ടുണ്ട്. ഒരു പിടിയില്ല. അതിൻ്റെ കൂടെ എസ്കോട്ടും കുറേ ആൾക്കാരൊക്കെ എസ്കോട്ടും പോയിട്ടുണ്ട്. ഞാനിന്ന് യാത്ര ചെയ്യുന്ന ദിവസം നമ്മുടെ നേത്രാവതി ഫുള്ളല്ല കേട്ടോ. സെക്കൻഡ് എ സിയിൽ 10 സീറ്റ് എന്താ വേക്കൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ തേർഡ് എ സിയിൽ 4-5 സീറ്റ് സ്ലീപ്പറിലും വേക്കൻ്റ് ഉണ്ടായിരുന്നു. അത് അവധിയൊക്കെ കഴിഞ്ഞ ഈ ടൈമല്ല, അതുകൊണ്ടായിരിക്കും ഫുള്ളാവാത്തത്. അല്ലാത്തപ്പോൾ ഒക്കെ നമ്മുടെ വണ്ടി എപ്പോൾ നോക്കിയാലും ഫുള്ളാണ്. ആരോ ട്രാക്കിന് മുന്നിൽ ചാടി എഞ്ചിന്റെ താഴെ കുടുങ്ങിയെന്നാണ് ഞാൻ കേട്ടത്. കണ്ടില്ല, ഞാൻ മുന്നിൽ വരെ പോയി നോക്കി അകത്തൂടെ. പക്ഷെ അപ്പോഴേക്കും നിറച്ച ആൾക്കൂട്ടമായിരുന്നു. ഇതൊക്കെ എടുത്ത് മാറ്റുന്നതൊക്കെ കണ്ടു. ഞാൻ ഒന്നും കണ്ടില്ല, ദൂരെയത് കണ്ടതേ ഉള്ളൂ. നമ്മുടെ വണ്ടി ഇപ്പോൾ ഒരു 1/4 മണിക്കൂർ ലേറ്റ് അവിടെ പിടിച്ചിട്ടുണ്ട്. നേത്രാവതി മീൻസ് നേത്രാവതി കണ്ടോ. അത് ലോക്മാന്യത്തിലേക്ക് പോകുന്ന നേത്രാവതിയാണ്. നമ്മൾ തിരുവനന്തപുരം പോകുന്ന നേത്രാവതി. 2 നേത്രാവതിയും കൂടെ രോഗ സ്റ്റേഷനിൽ കണ്ടുമുട്ടിയപ്പോൾ. നമ്മൾ ഇത്ര നേരം വന്നത് സെൻട്രൽ റെയിൽവേ ആയിരുന്നു. ഇനി അങ്ങോട്ട് കൊങ്കൺ റെയിൽവേയിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. അപ്പോൾ ബൈ നേത്രാവതി, അപ്പ് നേത്രാവതി, ഡൗൺ നേത്രാവതി. കൊങ്കണിൽ കയറിയ പിന്നെ ക്രോസിങ്സ് തുടങ്ങും. നമ്മളിപ്പോൾ സാപ്പേ വാംനി എന്നൊരു സ്റ്റേഷനിൽ പിടിച്ചാട്ടോ ഫസ്റ്റ് ക്രോസിങ്ങിനായിട്ട്. മലകളാ ചുറ്റപ്പെട്ട ഒരു അടിപൊളി ഒരു സ്ഥലം. ഇവിടെ ശരിക്കും മൺസൂൺ ഒക്കെ ആണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, അടിപൊളിയായിരിക്കും. ട്രാക്കിന് നോവും തോന്നുന്നല്ലേ, കഷ്ടമുണ്ട്. എറണാകുളം മുംബൈ LTT ദുരന്തോ എക്സ്പ്രസ് ആണ് ഈ പോകുന്നത്. പയ്യെ പോകുന്നത് എന്തുവാണ് നല്ല സ്പീഡ് റെസ്ട്രിക്ഷൻ കാണും കേട്ടോ. ഞാൻ നേരത്തെ വെറുതെ പറഞ്ഞ ട്രാക്കിന് നോക്കുന്നത്. അപ്പോൾ ദുരന്തോ എക്സ്പ്രസ് ആണ്. ദുരന്തോയ്ക്ക് WAP4 ലോക്കോമോട്ടീവ് ആണ് കൊടുത്തിരിക്കുന്നവർ. എന്തെങ്കിലുമൊക്കെ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമൊക്കെ ആയിട്ടായിരിക്കും ഇങ്ങനെ പയ്യെ പോകുന്നത്. അവിടെ എന്തെങ്കിലും വർക്കോ അല്ല അവിടെ എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ടാവും. അല്ലാണ്ട് ചുമ്മാ പയ്യെ പോകത്തില്ല കേട്ടോ. ക്രോസിംഗ് ആണ്. വിനേര എന്ന സ്റ്റേഷനിൽ അടുത്തായിട്ട് പിടിച്ച് എനിക്ക് വയ്യ. അങ്ങനെ 2ാമത്തെ ക്രോസിങ്ങിന് തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ വരുന്ന വണ്ടി മഡ്ഗാവ് നിസാമുദ്ദീൻ രാജധാനി. ആ വണ്ടി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. അതിപ്പോൾ വരും. ജനറലിലെ ആൾക്കാർ എല്ലാവരും പുറത്തേക്ക് താണ്ട് ഇവിടെ നമ്മുടെ പാൻട്രിയിലെ ഒരു പുള്ളിയുടെ കയ്യിൽ നിന്ന് വടാപ്പ വാങ്ങി കഴിക്കുക. എന്നാ സ്പീഡ് പറഞ്ഞ വണ്ടിക്ക്. രാജധാനിയാണ്, മഡ്ഗാവ് നിസാമുദ്ദീൻ രാജധാനി. നല്ല വോക്കാ പോയത്.
ക്രോസിംഗ് അല്ല കേട്ടോ, ഇത് സ്റ്റോപ്പാണ്. ഖേദെന്നാണ് ഈ ഒരു സ്റ്റേഷന് പേര് കണ്ടോ. ഇതിൻ്റെ പ്ലാറ്റ്ഫോമിന് നീളമില്ല. നീളം വെച്ചാൽ കറക്റ്റ് നീളം ഉണ്ടെന്ന് തോന്നുന്നു. സെക്കൻഡ് AC കയറാം. കറക്റ്റ് നീളമുണ്ട്. ഇന്ന് മുകളിൽ കൂടെ റോഡ് പോകുന്നുണ്ടോ. റോഡിന്റെ താഴെയാണ് വണ്ടി കൊണ്ട് നിർത്തിയേക്കുന്നത്. നേത്രാവതിയുടെ പൊതുവെ എല്ലാം നല്ല മെയിൻറ്റെയിൻഡ് കോച്ചാണ് കേട്ടോ. ഇതും നല്ല മെയിൻറ്റെയിൻഡ് കോച്ചാണ്. തിരുവനന്തപുരം ഡിവിഷന്റെ നമ്മുടെ സദേൺ റെയിൽവേയുടെ കോച്ചാണെല്ലാം. നിങ്ങൾ ഈ ഇലക്ട്രിക് പോളുള്ളത് ഇതേപോലെ ഒരു സിഗ്മ സിമ്പിൾ കണ്ടിട്ടുണ്ടോ? ഈ സിമ്പിൾ എന്താണെന്ന് വെച്ചാൽ ഒരു സിഗ്നൽ മുന്നിൽ ഉണ്ട്, അതായത് സിഗ്നൽ ഹെഡ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഫോഗ് വരുന്ന ഏരിയാസ് അല്ലെങ്കിൽ വിസിബിലിറ്റി കുറവുള്ള ഏരിയാസിലൊക്കെയാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. ആ ഒരു സിമ്പിളിൽ ലൈറ്റ് തട്ടിയാൽ അതിങ്ങനെ റിഫ്ലക്ട് ചെയ്യും. അതൊരു റിഫ്ലക്ടർ ഉള്ള സംഭവമാണ്. സിഗ്മയുടെ സിമ്പിളില്ല അതേപോലെ കണ്ടാൽ. അപ്പം അതിന് അർത്ഥം എന്ന് വെച്ചാൽ ലോക്കോ പൈലിനെ അറിയാൻ വേണ്ടിയാണ് മുന്നിലൊരു സിഗ്നൽ ഉണ്ടെന്ന് ലോക്കോ പൈലിനെ അറിയിക്കാൻ വേണ്ടി ഒരു സിമ്പിളാണ് ആ കാണുന്നത്. ലോങ് ഡിസ്റ്റൻസ് വണ്ടികൾക്ക് 4 റേക്ക് വീതമുണ്ടാവും. ഇപ്പം നേത്രാവതിയുടെ 4 റേക്കാണ്. അതാണ് 4 റേക്ക് എന്ന് പറഞ്ഞത്. അതായത് ഇപ്പം ഇന്ന് നമ്മളിപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ട് വരണം, പിന്നെ ഇന്ന് തിരുവനന്തപുരം എത്തുന്ന വരണം, ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് വിട്ട് വരണം, പിന്നെ നമ്മൾ നേരത്തെ കണ്ട വരണം. അങ്ങനെ 4 എണ്ണമാണ് മൊത്തം ഉള്ളത്. നമ്മൾ ചിപ്പിളെത്തിയപ്പോണ്ട് വടാപ്പാവരൊക്കെ ഓടി വരുന്ന കേട്ടോ. ഇത് നോക്ക്, എൻ്റെ ദൈവമേ അറ്റാക്ക് ചെയ്യുക നമ്മളെ. അടിപൊളി. നോക്ക്, ഇത് ചെയ്താ വണ്ടി കിടക്കണേ. മറുസാഗർ എക്സ്പ്രസ് ആട്ടോ. ഭഗത് കി കോട്ടി സെറ്റിന്റെ WAPS കണ്ട അത് മറുസാഗർ എക്സ്പ്രസ് തന്നെ ആയിരിക്കും. വേണ്ട, മറുസാഗർ എക്സ്പ്രസ് എറണാകുളം അജ്മീർ ജംഗ്ഷൻ മറുസാഗർ. ഇവിടെ വന്നാൽ നല്ല കിട്ടലും ചായ കിട്ടും. ട്രെയിനിൽ നിന്ന് വാങ്ങിച്ചില്ല, ട്രെയിനിലെ ടീ ബാഗ് വാട്ടർ ചായയാണ് ഞാൻ കൊണ്ട് ഇവിടെ സ്റ്റേഷനിൽ വാങ്ങിച്ചത്. നല്ല ഇഞ്ചിയൊക്കെ ഇട്ടുള്ള നല്ല സ്ട്രോങ് അടിപൊളി ചായ. നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെയാണ് ഈ അജ്മീർ മറുസാഗർ എന്ന് പറയുന്നത് കേട്ടോ. നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ഇവിടെ ചിപ്ലോണിൽ നമ്മുടെ വണ്ടിയിൽ വെള്ളം നിറയ്ക്കുന്നുണ്ട് കേട്ടോ. അത് കൊള്ളാം എന്തായാലും. മറുസാഗർ എക്സ്പ്രസ് ടാറ്റാ. ഞങ്ങളെപ്പോലുള്ള റെയിൽ ഫാൻസിന്റെ ചില വണ്ടിയുടെ ലോക്കോ എണ്ണ തന്നെ വണ്ടി പിടികിട്ടും. അതാണിപ്പോൾ മറുസാഗറിന്റെ ആ ഒരു മറുസാഗർ എന്നാ കണ്ടുപിടിച്ചത്. ആ ലോക്കോ കണ്ടിട്ടാണ് മറുസാഗർ എന്ന് പറഞ്ഞത്. മറുസാഗർ എക്സ്പ്രസിന്റെ കൂടുതലും ഭഗത് കി കോട്ടി ഷെട്ടിന്റെ WAP7 അത് കുറച്ച് യുണീക്ക് ആയിട്ടുള്ള ഐറ്റം അല്ലേ കേരളത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് അത് പെട്ടെന്ന് മനസ്സിലാവും. വണ്ടി സ്റ്റേഷനിൽ നിന്നിട്ട് ഉടനെ തന്നെ വണ്ടി ചവിട്ടി എന്താ നുരുപ്പെടുത്തില്ലാണ്ട് ഗാർഡൊക്കെ ഇറങ്ങി വരുന്നത്. പിന്നെയും എന്തൊക്കെയോ നടക്കുന്നേ. ഗാർഡ് പിന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഗാർഡ് പോകുന്നു അങ്ങോട്ട്. എന്തോ ആരോ ചെയ്യും വലിച്ചെന്തോ പ്രശ്നം ഉണ്ടായതാണ്. എനിക്കറിയില്ല. ഇന്ന് ആകെ മൊത്തം ചെയ്യും വലിയാണ്. രത്നഗിരി എത്തുന്നതിന് മുമ്പുള്ള നമ്മുടെ നേത്രാവതിയുടെ സ്റ്റോപ്പാണ് സംഗമേശ്വർ റോഡ്. അപ്പോൾ ഇവിടെ സ്റ്റോപ്പുണ്ട്. ഇനി അടുത്ത സ്റ്റോപ്പ് രത്നഗിരിയാണ്. ഇവിടെ ക്രോസിംഗ് ഉണ്ട് കേട്ടോ. മഡ്ഗാവ് മുംബൈ CSMT വന്ദേ ഭാരത് എക്സ്പ്രസ് വരും. ഇപ്പോൾ അതിനിവിടെ പച്ച വീണ് കിടപ്പുണ്ട്. പച്ച കണ്ട. മംഗലാപുരം മഡ്ഗാവ് തുടങ്ങിയിട്ടുണ്ട്. മഡ്ഗാവ് മുംബൈ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇത് ഒറ്റ ഓടിച്ചാൽ പോരെ. മംഗലാപുരം മഡ്ഗാവ് ആളില്ലെന്നൊക്കെ പറയുന്നു. 1 മണിക്കൂർ ലേറ്റ് ആയിട്ട് നമ്മൾ രത്നഗിരി എത്തിയിട്ടോ. രത്നഗിരി വരെ വടാപ്പാവിന്റെ ആൾക്കാരുണ്ടാവും. ഞാൻ രാത്രിയിൽ ഇവർക്ക് കുറെ മെനു ഉണ്ട്. വെജ് താലി, ചിക്കൻ കറി, ചപ്പാത്തി, വെജ് കറി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചപ്പാത്തി പറഞ്ഞു, പിന്നെ ചിക്കൻ ഫ്രൈ പറഞ്ഞു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഒരു ട്രെയിൽ ചിക്കൻ ഫ്രൈ ആണെന്ന്. 2 വലിയ ചിക്കന്റെ പീസ്, പിന്നെ സവാളയും ക്യാബേജും, പിന്നെ നാരങ്ങയും, പിന്നെ വെജിറ്റബിൾ കറിയും ഉണ്ട്. ഇത് 3 കൂടെ 240 രൂപയാണ് ആയത് കേട്ടോ.
ചിക്കൻ ഫ്രൈ കൊള്ളാൻ കേട്ടോ. നേത്രയിൽ ഇങ്ങനെയൊക്കെ ഐറ്റം കിട്ടുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. കൊള്ളാം എന്തായാലും. നേത്രാവതിയിൽ കയറുന്ന ഒരു ചിക്കൻ ഫ്രൈ മേടിച്ച് നോക്കണേ, സൂപ്പർ ഐറ്റം. നമ്മുടെ വണ്ടി കോട്ടയം വഴിയാണ് ഇന്ന് പോകുന്നെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ നേരത്തെ ഡൈവേർഷൻ ഈയിടെ വന്നത്. ഞാൻ നേരത്തെ കായംകുളം വരെ ബുക്ക് ചെയ്തത്. അപ്പം LTTന്ന് കായംകുളം വരെ 2600 രൂപയാണ് എനിക്കായത് സെക്കൻഡ് എസിക്ക്. നമ്മൾ രാത്രി 9:30 ആയപ്പോഴേക്കും കൂടൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഈ വണ്ടിക്ക് അടുത്ത സ്റ്റോപ്പ് ഗോവയിലെ തിവിമ്പിലാണുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഗോവയിൽ കയറി തിവിം, പിന്നെ കർമാലി, പിന്നെ ഗോവ മഡ്ഗാവില്ലേ, അവിടെയൊക്കെ സ്റ്റോപ്പുണ്ട്. രാത്രി 11:30 എത്താൻ. ഇവിടെ ക്രോസിംഗ് കണ്ടതുണ്ട്, അങ്ങന്ന് വരുന്ന കണ്ടോ, മഡ്ഗാവ് മുംബൈ CST കൊങ്കൺ കന്യ എക്സ്പ്രസ് ആണ് വരുന്നത്. ഇതൊരു ഓവർനൈറ്റ് വണ്ടി ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ കയറാറുണ്ട്. കാരണം കയറി കിടന്ന് ഉറങ്ങിയാലേ രാവിലെ ആകുമ്പോൾ മുംബൈ എത്തുമല്ലോ. ഇവിടെ ഒരു ഓവർടേക്ക് വരുന്നുണ്ട്. ഈ കൊങ്കൺ കന്യനെ ഓവർടേക്ക് അടിക്കാൻ പോകണം. നമുക്ക് ക്രോസിംഗ് കാണാം, അവിടെ പച്ച കിടക്കുന്ന കണ്ടോ. കൊച്ചുവേളി മുംബൈ LTT സൂപ്പർ ഫാസ്റ്റില്ലേ, ആ വണ്ടി കൊങ്കൺ കന്യനെ ഓവർടേക്ക് അടിക്കാൻ പോവാണ്. അതാണ് പച്ച വീണത്. അത് ഇപ്പം കൂടലെത്താറായിട്ടുണ്ട്. പറത്തി അടിച്ച് വരുന്നുണ്ട് കൊച്ചുവേളി LTT സൂപ്പർ ഫാസ്റ്റ്. വേണ്ട കൊങ്കൺ കന്യനെ ഓവർടേക്ക് അടിക്കുകയാണ്. വേണ്ട ആ LTT സൂപ്പർ ഫാസ്റ്റ് 2.5-3 മണിക്കൂർ ലൈറ്റ് ആണ് കേട്ടോ. അത് വേറെ കാര്യം. ഇനി നമ്മളെ വിടും. നമ്മൾ വിട്ട് ഇനി കൊങ്കൺ കന്യ മറ്റേ ആ LTT സൂപ്പർ ഫാസ്റ്റ് ഒരു സ്റ്റേഷൻ കഴിഞ്ഞാലേ വിടത്തുള്ളൂ. നേരം വെളുത്തപ്പോൾ നമ്മൾ 1.5 മണിക്കൂർ ലേറ്റ് ആയിട്ട് ചെറുവത്തൂർ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. കണ്ടോ, ചെറുവത്തൂർ സ്റ്റേഷനിൽ ജനറലിൽ കുറെ ഈ ബംഗാളിന്നൊക്കെ വന്ന അതിഥി തൊഴിലാളികളൊക്കെ വന്ന് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇഷ്ടം പോലെ. ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവർക്ക് ഈ ഡയറക്റ്റ് വണ്ടി കിട്ടിയില്ലെങ്കിൽ ഇവർ ഈ മുംബൈയിലും ചെന്നൈയിലും ബാംഗ്ലൂരിലൊക്കെ വന്നിട്ട് അവിടെ നിന്ന് കണക്ഷൻ പിടിച്ച് വരുന്നതാണ് കൂടുതലും ചെയ്യുന്ന ആൾക്കാർ. എന്നാൽ രാത്രിയിലെ ഞാൻ കിടക്കാൻ നേരത്ത് നല്ല മഴയായിരുന്നു കൊങ്കണിൽ വെച്ചിട്ട്. ഇപ്പം കണ്ട് ഇവിടെ നല്ല മഴ പെയ്ത് കിടപ്പുണ്ട്. കാരണം അവിടെ എല്ലാം വെള്ളം കിടക്കുന്നുണ്ടോ. അത്യാവശ്യം നല്ല അടിപൊളി മഴ പെയ്ത് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ പയ്യന്നൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോച്ച് ഏറ്റവും ബാക്കിലാണ് നിർത്തണേ. അതുകൊണ്ട് മുന്നിലൊന്നും കാണാൻ പറ്റത്തില്ല. കണ്ണൂർ എത്തുന്നതിന് മുമ്പേ നമ്മുടെ നേത്രാവതിക്ക് കുറേ സ്റ്റോപ്പുണ്ട്. കണ്ണൂർ സ്റ്റേഷനിൽ നിർത്തിയിരിക്കുകയാണ്. ഇനി അടുത്തത് കണ്ണൂരാണ്. ഇവിടെ ഒരു ആൽക്കോ കിടക്കുന്നുണ്ട്, 13495. എറണാകുളത്തിൻ്റെ ഒരു WDG3 ആൽക്കോ ആണ്. ഇത് മറ്റേ മെറ്റൽ ട്രാക്കിലിടുന്ന ഐറ്റമാണ്. ഇന്ന് ഭാഗ്യത്തിന് മറ്റേ ആലപ്പുഴ വഴിയുള്ള കാസർഗോഡ് വന്ദേ ഭാരത് ഇല്ല. അതുകൊണ്ടായിരുന്നു കണ്ണൂരിന് മുമ്പ് വെച്ച് അതിൻ്റെ പണിയും കൂടെ കിട്ടിയതിന് അതും കൂടെ ഡിലേ ആയിരുന്നു, ഓവർടേക്ക് അടിച്ചതിന്. ഇതുണ്ട് വളപ്പട്ടണം സ്റ്റേഷനാണ്. 2 ട്രാക്കിൻ്റെ ഇടയ്ക്ക് കുറേ പൂച്ചെടികളൊക്കെ കണ്ടില്ലേ, നല്ല രസമില്ല കാണാൻ. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപ്പുമാവ് മേടിച്ചു. ഇഡ്ഡലി ഉണ്ട്, പക്ഷേ ഇഡ്ഡലിയൊക്കെ എങ്ങനെ ഉണ്ടാവും അറിയത്തില്ലല്ലോ. ഈ ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. 8:15 നമ്മൾ കണ്ണൂർ സ്റ്റേഷനിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ബോക്സൺ കിടക്കുന്നുണ്ട്, ബോക്സൺ. എറണാകുളം പൂനെ സൂപ്പർ ഫാസ്റ്റാണിത്. നമ്മൾ കോഴിക്കോടെത്തിറങ്ങി, അപ്പോൾ അവിടെ നിന്ന് പുറപ്പെടുകയാണിത്. എറണാകുളം പൂനെ സൂപ്പർ ഫാസ്റ്റ്. ഇത് കൊങ്കൺ വഴിയാണ് പോകുന്നത്. കൊങ്കൺ വഴി പൻവേൽ പോയിട്ട് അവിടെ നിന്നാണ് ഇത് പൂനെക്ക് പോകുന്നത്.
പൂർണ്ണ എക്സ്പ്രസ്സുമായിട്ട് റേറ്റ് ഷെയറിംഗ് ഉള്ളൊരു വണ്ടിയാണിത്. എറണാകുളം പൂനെ സൂപ്പർ ഫാസ്റ്റ്. കോയമ്പത്തൂർ മംഗലാപുരം ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് ആണ് കിടക്കുന്നത് കണ്ടോ. കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴുള്ള ചാലഞ്ച് എന്താണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ മെയിൻ ചാലഞ്ച് നമ്മുടെ ഫോണും നമ്മുടെ ബിലോങ്ങിങ്സ് ഒക്കെയാണ്. സ്ലീപ്പർ എടുക്കുകയാണെങ്കിൽ ഭയങ്കര കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ സ്ലീപ്പർ എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒട്ടും സേഫ് ആയിരിക്കില്ല. കാരണം പല ആൾക്കാരാണ് ഈ സ്ലീപ്പർ എപ്പോഴും തുറന്നിരിക്കുന്ന ഒരു കമ്പാർട്ട്മെൻ്റ് അല്ല. അപ്പം പല ആൾക്കാർ കയറി വരും. എങ്ങനത്തെ ആൾക്കാരൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം സ്ലീപ്പറിൽ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. AC ഒക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, നമുക്ക് വിശ്വസിച്ച് നമുക്ക് കൈ വയ്ക്കാം. കാരണം പുറത്തുനിന്ന് ആരും ഇങ്ങനെ കയറി വരത്തില്ല. AC ഒക്കെ ഈ സൗത്ത് ഏരിയയിലാണ് കേട്ടോ. നോർത്ത് ഏരിയയിൽ പോകുമ്പോൾ സെക്കൻഡ് AC-യിൽ വരെ മൊബൈൽ അടിച്ചുകൊണ്ട് പോകുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്. പലരും പറയുന്നുമുണ്ട് സ്ലീപ്പറാണ് ഒട്ടും സേഫ് അല്ലാത്തത് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ സ്ലീപ്പറിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു സുഖം AC-യിൽ യാത്ര ചെയ്താൽ കിട്ടത്തില്ല. നേരെ തിരിച്ചോട്ട് AC-യിൽ യാത്ര ചെയ്ത സുഖം സ്ലീപ്പറിൽ യാത്ര ചെയ്താൽ കിട്ടത്തില്ല. പരപ്പനങ്ങാടി സ്റ്റേഷൻ കണ്ടോ. എൻ്റെ തൊട്ട് മുന്നിൽ തന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പ്രൈവറ്റ് ബസ്സൊക്കെ കിടക്കുന്നുണ്ടോ. ആ പോയത് കണ്ടോ, അത് OMS എന്ന് പറയും. ഈ ഇൻസ്പെക്ഷൻ നടത്തുന്ന റെയിൽവേ ഒഫീഷ്യൽസ് ആണ് അതിനകത്ത്. ഓസിലേഷൻ മോണിറ്ററിംഗ് സിസ്റ്റം അതാണ് ആ പോയത്. റെയിൽവേ ട്രാക്കും പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയാണ് അത് പോകുന്നത്. നല്ല സ്പീഡിലാണ് പോയാൽ. നമ്മൾ തിരൂരെത്തി വിട്ടു. ഈ കുറ്റിപ്പുറം ഉണ്ട്. നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ പരശുറാം എക്സ്പ്രസ് ഉണ്ട് കേട്ടോ. മിക്കവാറും പരശുറാമിൻ്റെ കുറേ തേഞ്ഞ് പോവുകയാണെങ്കിൽ ചെങ്ങന്നൂർ മിക്കവാറും 4:30 ആവും എത്താൻ. കുറ്റിപ്പുറം സ്റ്റേഷൻ്റെ മുകളിൽ കൂടെ NH66 പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിട്ട് ഇവിടെ ROBയുടെ എക്സ്റ്റൻഷൻ പരിപാടി നടക്കുകയാണ് കേട്ടോ. ഇവരിവിടെ എങ്ങനെ പണിയെന്ന് ആർക്കറിയാം. നിലമ്പൂർ ലൈനിൽ വന്ന് ചേരുന്നുണ്ടോ. ഇലക്ട്രിഫിക്കേഷൻ പണിയൊക്കെ ഭയങ്കര സ്പീഡിൽ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് മേലാറ്റൂർ സ്റ്റേഷനിലൊക്കെ മരമൊക്കെ മുറിച്ച് ഫുള്ള് അലങ്കോലമായി. ആ ഭംഗിയൊക്കെ പോയി. മിക്കവാറും എല്ലായിടത്തും മരമൊക്കെ മുറിക്കും. കോയമ്പത്തൂർ മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് ട്രെയിനാണ് പോകുന്നത്. ഈ വണ്ടിയാണ് മംഗളൂരു സെൻട്രൽ മഡ്ഗാവ് എക്സ്പ്രസ് ആയിട്ട് പോകുന്നത്. നമ്മൾ ഷൊർണൂർ ഔട്ടറിൽ എത്തിയിരിക്കുകയാണ്. പരശുറാം ഷൊർണൂർ കിടപ്പുണ്ട്. എന്താവും അറിയത്തില്ല, പോയി നോക്കാം ഇനി. ആ പരശുറാമിൻ്റെ പുറകിലെങ്ങാനും ഇത് പോയാൽ തീർന്ന ഇടപാട് കാര്യമില്ലേ. ഉരുട്ടി പോകേണ്ടി വരും. നമ്മൾ 15:05 ഇപ്പോൾ ഷൊർണൂർ കയറിക്കൊണ്ടിരിക്കുകയാണ്. 15:15 പരശുറാം വിടും. എന്താവും അറിയത്തില്ല, കയറി നോക്കാം. കേരളത്തിൻ്റെ കുപ്പിക്കഴുത്തെന്ന് വേണേൽ പറയും ഷൊർണൂർ സ്റ്റേഷനിൽ. നമ്മളാണ്ട് ഷൊർണൂരിലേക്ക് കയറി. അപ്പുറത്ത് കിടക്കുന്ന ഇതാണ് കേട്ടോ, പരശുറാമാണ് കേട്ടോ. ഇതിൻ്റെ പുറകിൽ വേറെ എക്സ്ട്രാ 2 കോച്ചൊക്കെ ഇതുണ്ട്. വീൽ ക്യാരിയിങ് കോച്ച് എക്സ്ട്രാ എങ്ങാണ്ട് കൊണ്ടുപോവുക. നമ്മുടെ നേത്രാവതി ലേറ്റ് ആണ്, 40 മിനിറ്റ്. ഇവിടെ കിടക്കുന്ന പരശുറാം ഓൺ ടൈം ആണ്. 15:15 ഇത് വിടും. ഈ നമ്മുടെ നേത്രാവതി എപ്പോൾ വിടുന്ന ആർക്കറിയാം. ആര് പോവോ ആദ്യം, പരശുറാം പോവോ നേത്ര പോവോ? എല്ലാം ഇവിടുത്തെ സ്റ്റേഷൻ മാസ്റ്ററിന്റെ കയ്യിലാണ്. പരശുറാം ഫ്രണ്ടിൽ പോയാൽ തീർന്നെന്ന് വേണേൽ പറയാം. നന്നായി. ഇതുകൊണ്ട് പരശുറാം എടുത്തിട്ട് പോയി. ഇനി നമുക്ക് പരശുറാമിന്റെ ബാക്കിൽ കിടന്ന് നമുക്കിങ്ങനെ തുള്ളി ചാടി പോവാം. ഡൈവേർട്ടായി പോകുന്ന വണ്ടി അല്ലെ ലേറ്റായി വരുന്ന വണ്ടിക്കൊക്കെ ഒരു പുല്ല് വില പോലും ഇല്ല. പരശുറാം തൃശ്ശൂരൊക്കെ ഉണ്ടാവാറായി. പുള്ളൂർക്കൊരു എവിടെങ്ങാണ്ടായി. നമ്മളിവിടെ നിന്ന് പുറപ്പെട്ട് ഒരു പോകുന്ന വഴിക്ക് വല്ല ഓർത്തേക്ക് അടിച്ചാലേ ഉള്ളൂ. നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ വന്ന് ഇറങ്ങി അതിനകത്ത് ആൾക്കാരൊക്കെ പോകുന്നതാണ് കാണുന്നത്.
ഈയിടെ ഒരു റിപ്പോർട്ട് ഇറങ്ങിയതിൽ നമ്മുടെ കേരളത്തിലെ കുറേ സ്റ്റേഷനിലൊക്കെ കൊള്ളാം ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ് ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു. തൃശ്ശൂർ സ്റ്റേഷനിൽ കേട്ടോ ഇവിടെ എഴുതിയിട്ടുണ്ട്. തൃശ്ശൂർ സ്റ്റേഷനിൽ ചിക്കൻ ബിരിയാണി 110 രൂപ എന്നൊക്കെ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. സോബാൻ റെസ്റ്റോറൻ്റ് ആണ് അതിൻ്റെ ലൈസൻസി. നമുക്ക് കഴിച്ചു നോക്കാം ഇനി. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഫ്രഷാണ്. ഒരു ചിക്കൻ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒറ്റ ചിക്കൻ പീസ് മാത്രമേ ഉള്ളൂ. പരശുരാമിൻ്റെ പുറകിലിട്ട് ഉരുട്ടുന്ന കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷൊർണൂർ ഇത് വെച്ച് നമ്മുടെ വണ്ടിയെ കയറ്റി വിട്ടേക്ക് അങ്ങ് പോകത്തില്ലായിരുന്നു. ഇത് സ്റ്റോപ്പ് കുറവല്ലായിരുന്നു. മറ്റേതിന് എല്ലായിടത്തും സ്റ്റോപ്പുണ്ട്. തിരിച്ചു വരുന്ന വണ്ടിക്കൊന്നും പട്ടി വില പോലും ഇല്ല. അതേപോലത്തെ പരിപാടിയാണ് കേട്ടോ. ഇട്ട് ഉരുട്ടി 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 ഇതിലും പേരെ നടന്നു പോയാൽ മതിയായിരുന്നു. നമ്മളിപ്പോൾ എറണാകുളം ടൗണിൽ ഇവരെ ഒതുക്കിയിട്ട് ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. പരശുരാം 1.50 കയറേണ്ട ഐറ്റം 1.40 എങ്ങാണ്ട് കഴിഞ്ഞപ്പോൾ കയറി. എന്നിട്ട് അവിടെ പിടിച്ചിട്ട് ഓൺ ടൈമിന് വിട്ട്. അപ്പം നമ്മൾ അതിൻ്റെ തൊട്ട് പുറകിലുണ്ട്. നമ്മൾ എന്നാൽ പിന്നെ നേരത്തെ വന്നുകൊണ്ട് ടൈം ഉള്ളതുകൊണ്ട് കയറ്റി വിടും. അത് ചെയ്യത്തില്ല. കാരണം പരശുവിനെ ആൾക്കാർ സമ്മതിക്കൂല. പരശുവിനെ ഒരു വണ്ടി കയറി പോകുന്നത് അവർക്ക് ഇഷ്ടമല്ല. അതാണ് കാര്യം. 2 നേത്രാവതി നോർത്തിൽ കണ്ടുപൊട്ടാണ്. ഇത് കണ്ട ഈ ഒരു ലോക്കാണ്. ഇത് WAPF ലോക്കാണ്. ഇതുവരെ തേജസ് എക്സ്പ്രസിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയ ലോക്കാണ്. പക്ഷെ അത് ഭയങ്കര ഫെയിലർ ആയിപ്പോയത്. അപ്പോൾ ഇതാണ് ഗാസിയാബാദ് ഷെഡിൻ്റെ ഒരു P5 നേത്രാവതി. ഇതിൻ്റെ ബാക്കിലത്തെ ആ ഒരു ക്യാബിൻ കണ്ടോ, ഒരു എയറോഡൈനാമിക് ഡിസൈനിൽ വരുന്ന ഒരു WAPF ലോക്കോ തന്നെയാണ്. അതിൻ്റെ ഒരു ലുക്ക് മാറ്റി ഇറക്കിയ ഒരു ഐറ്റമാണ്. അത് ഇവരെ ശരിക്കും തേജസ് എക്സ്പ്രസിനെ പുഷ്പുള്ള ഓടിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്ത ഐറ്റം. പക്ഷേ അത് വൻ ഫെയിലർ ആയിപ്പോയി. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ട്രെയിനിൻ്റെ കൂടെ ഇപ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ലോക്മാന്യത്തിലേക്ക് പോകുന്ന നേത്രാവതിയാണ്. നമ്മൾ ഇന്നലെ കണ്ടു നേത്രാവതി. അപ്പോൾ 2 ദിവസവും 2 നേത്രാവതിയും കണ്ടു. നേത്രാവതി വേഴ്സസ് നേത്രാവതി. ഇതും അപ്പോൾ കോട്ടയം വഴിയാണ് വരുന്നത്. അപ്പം നമ്മളിവിടെ നിന്ന് വിട്ട് നമ്മുടെ തൊട്ട് മുന്നിൽ പരശുരാമും ഉണ്ട്. ഈ വണ്ടിയുടെ കാര്യം അത് പറയണ്ട കേട്ടോ. പരശുരാമ 12 മിനിറ്റോളം ബിഫോർ ടൈം വന്ന് 2:12 13 കണ്ടപ്പോൾ തൃപ്പൂണിത്തുറ കയറി. അപ്പോൾ തൊട്ട് ബാക്കിൽ നേത്ര വന്ന് 2:15 ആയപ്പോൾ തൃപ്പൂണിത്തുറ ഔട്ടർ വന്ന് കയറാൻ പോകുന്നു. അപ്പോഴേക്കും ചവിട്ടി ഇട്ടു. എന്നിട്ട് 2:26 ആയപ്പോൾ നേത്രാവതി പരശുരാം എടുത്ത് അതിൻ്റെ ബാക്കിൽ ഇതും ഇപ്പോൾ ഉരുട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയൊക്കെ ബീറ്റ് അടിച്ച് പരശുരാം പോയാലും അതിൻ്റെ പുറകെ കയറ്റി വിടൂല. അങ്ങനെ ആലപ്പുഴ വഴിയുള്ള നേത്രാവതി എക്സ്പ്രസ് ആയിട്ട് കോട്ടയം സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയം എറണാകുളം കാരയ്ക്കൽ എക്സ്പ്രസ്, അതായത് കോട്ടയം എറണാകുളം പാസഞ്ചർ, പിന്നെ അവിടെ നിന്ന് എറണാകുളം കാരയ്ക്കൽ എക്സ്പ്രസ് ആയിട്ട് പോകുന്ന വണ്ടിയായി കിടക്കണം. അങ്ങനെ ചെങ്ങന്നൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേത്രാവതി എക്സ്പ്രസിൽ കയറി ചെങ്ങന്നൂർ. നമ്മുടെ ബാക്കിലാണ്ട്, ഏറ്റവും ബാക്കിലാണ് നിർത്തുന്നത്. അപ്പോൾ പനവേൽ നിന്ന് നേത്രാവതി എക്സ്പ്രസിൽ കയറി ചെങ്ങന്നൂർ എന്ന യാത്ര ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. അടുത്ത ദിവസം കാണാം. അപ്പോഴേക്കും ബൈ.